ആലുവയിൽ ഇന്നലെ കാണാതായ കുട്ടിക്കൊപ്പം കണ്ടെത്തിയ 2 പേർക്കെതിരെ പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ ചുമത്തും. ഇന്നലെ വൈകിട്ട് കാണാതായി. രാത്രി 9:30 അങ്കമാലിയിൽ നിന്നാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയത്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, എന്താണ് പോലീസിന്റെ നിഗമനം? ഇവർക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കം? ആലുവയിൽ ഇതര സംസ്ഥാനക്കാരുടെ 12 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ആദ്യം മിസ്സിംഗ് കേസായിരുന്നു. പക്ഷേ അത് പോക്സോയും അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ, ഈ 2 വകുപ്പുകൾ കൂടി ചുമത്തുമെന്നാണ് ആലുവ റൂറൽ പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. പിന്നീടാണ് കുട്ടിയെ അങ്കമാലിക്കടുത്ത് ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തുന്നത്. ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഒരു കൃത്യമായ ഇടപെടലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. പോലീസ് പറയുന്നത് പരിചയക്കാർക്കൊപ്പം കുട്ടി പോയി എന്നാണ്. പക്ഷേ ആ നിലയ്ക്കിലാണെങ്കിൽ പോലും ഇത് 12 വയസ്സുള്ള മൈനറായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗുരുതരമായിട്ടുള്ള ഇത്തരം വകുപ്പുകൾ കൂടി ചുമത്തും എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരാൾ ഈ കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മണിക് എന്ന ആളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരാൾ ഈ മണിക്കിന്റെ ബന്ധുവായിട്ടുള്ള മിൽട്ടൺ. ഈ 2 പേർക്കെതിരെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. നേരത്തെയും ആലുവയിൽ ഇത്തരം പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആധിയും ആശങ്കയും ഒക്കെ ആദ്യഘട്ടത്തിൽ ഏറെയായിരുന്നു. പക്ഷേ ഈ കുട്ടി ഇവരും കൽക്കട്ടയ്ക്ക് പോകാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് ഇവരെ കൃത്യമായി തന്നെ ട്രേസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ 9:30 മണിയോടുകൂടി ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്.